സ്വാമി ശരണം. മണ്ഡലകാലത്ത് ഉപകാരപ്രദമാകുമെന്ന ഉദ്ദേശത്തോടെ കാലത്ത് എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടതായ ദിനചര്യകൾ. ഭൂമിയിൽ ചവിട്ടുന്നത് മുന്നേ താഴെ കൊടുത്തിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലുന്നത് അത്യുത്തമമാണ്. ശ്ലോകം എന്നാൽ ശോകം ഇല്ലാതാക്കുന്നത് എന്നർത്ഥം. അതായത് ദുഃഖം ഇല്ലാതാക്കുന്നത്, ദുഃഖത്തെ കളയുന്നത് എന്നാണ് അതിന് അർത്ഥം ഇവിടെ കൽപ്പിക്കുന്നത്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. കൈപ്പത്തി വളർത്തി ചേർത്ത് വെച്ച് ഈ നാമം ജപിക്കുക ആദ്യമായിട്ട്. ആയതിനു ശേഷം ഭൂമി വന്ദനം. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥലമണ്ഡലേ, വിഷ്ണുപത്നീരമസ്തുഭ്യം പാദസ്പർശം ശവസ്വമേ. രണ്ടിൻ്റെയും അർത്ഥം കൈപ്പൂത്തിയുടെ അഗ്രത്തിൽ ലക്ഷ്മി ദേവിയും മധ്യത്തിൽ സരസ്വതി ദേവിയും കീഴെ ഗൗരി ദേവിയും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സമുദ്രവസനയായ ദേവിയും പർവ്വതതുല്യമായ സ്ഥലത്തോടു കൂടിയവളും മഹാവിഷ്ണുവിൻ്റെ പത്നിയുമായ അമ്മയായ ഭൂമിദേവി എൻ്റെ പാദം അമ്മയിൽ സ്പർശിക്കുന്നതിൽ ക്ഷമിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുളിക്കുന്ന സമയത്ത് ജപിക്കേണ്ടതായ കാര്യങ്ങൾ. പ്രഭാതത്തിൽ 5 മണിയോടെ എങ്കിലും കുളിക്കണം. പുണ്യനദികളിലെ തീർത്ഥത്തെ നാം കുളിക്കുന്ന ജലത്തിലേക്ക് ആവാഹിച്ച് ആ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അത്യുത്തമം. ഈ ശ്ലോകം ചൊല്ലുക. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറയണം. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി ഈ 7 പുണ്യനദികളെയും തീർത്ഥത്തെ നമ്മൾ കുടിക്കുന്നതായ വെള്ളത്തിലേക്ക് ആവാഹിക്കുന്നു. ആ ആവാഹിച്ച ശേഷം ആ ജലത്തിൽ നമ്മൾ കുളിക്കുന്നു. അതായത് പുണ്യതീർത്ഥമായ ആ 7 നദികളിലെയും തീർത്ഥത്തെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ആവാഹിച്ച് ആ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അത്യുത്തമം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കുളി കഴിഞ്ഞ ശേഷം ആദിത്യവന്ദനം ചെയ്യേണ്ടതാണ്. ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതി തപോരിം സർവപാപഘ്നം പ്രണതോസ്മിരിഭാകരം. ശേഷം ഗണപതി വന്ദനം. ഏകദന്തം മഹാകായം സപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരു